ദൈവ ആരാധനയ്ക്കായി സഭ നിശ്ചയിച്ചിരിക്കുന്ന ക്രമബദ്ധമായ പ്രാർത്ഥനയും ചടങ്ങുകളും ചേർന്നതാണ് ആരാധനക്രമം. എന്നാൽ തെരുവ് നായ്ക്കൾ എല്ലിൻ കഷ്ണത്തിനായി കടിപിടി കൂടുന്നത് പോലെ ആരാധനക്രമത്തെ ചൊല്ലി എത്രമാത്രം ഓരിയിടലും കുരയ്ക്കലും അടിപിടിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാധനക്രമം സംബന്ധിച്ച ഭിന്നതകളാണ് ഈ കോലാഹലങ്ങൾക്കെല്ലാം കാരണം. അതെങ്ങനെയുണ്ടായി? അല്പം ചരിത്രം നോക്കാം. സീറോ മലബാർ സഭയുടെ ആധുനിക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ആരാധനക്രമത്തിൻ്റെ ചരിത്രത്തിൽ 2 സംഭവങ്ങൾ നിർണായകങ്ങളാണ്. പരിശുദ്ധ സിംഹാസനം നടത്തിയ 2 ഇടപെടലുകളാണ് ഈ സംഭവങ്ങൾ. ഒന്ന്, 1934 ഡിസംബറിൽ 11-ാം പിയൂസ് മാർപ്പാപ്പ എടുത്ത തീരുമാനം. 2, 1998 ജനുവരിയിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ എടുത്ത തീരുമാനം. ഈ 2 സംഭവങ്ങൾ തമ്മിൽ 63 വർഷത്തെ ഇടവേളയുണ്ട്. അതായത് ഒരു തലമുറയുടെ വിടവ്. ഈ സംഭവങ്ങൾ എന്താണെന്നും സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ ചരിത്രവുമായി അവയ്ക്കുള്ള ബന്ധമെന്താണെന്നും പരിശോധിക്കാം. സീറോ മലബാർ സഭ മേലധ്യക്ഷന്മാർ, മെത്രാന്മാർ കാർമ്മികത്വം വഹിക്കേണ്ട തിരുക്കർമ്മങ്ങൾ, അതായത് അൾത്താര കൂദാശ, മൂറോൻ തൈല കൂദാശ, തിരുപ്പട്ടം തുടങ്ങിയവ ലത്തീൻ ഭാഷയിൽ നിന്ന് സുറിയാനി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അംഗീകാരത്തിനായി അത് അയച്ചു കൊടുത്തു. ചർച്ചകൾക്ക് ശേഷം 1934 ഡിസംബർ 1 മാർപ്പാപ്പയുടെ തീരുമാനത്തിന് ഇക്കാര്യം വിട്ടുകൊടുത്തു. മാർപ്പാപ്പയാകട്ടെ ഇത് സുറിയാനി റീത്തിൻ്റെ ലത്തീനീകരണമാണെന്ന് പറഞ്ഞുകൊണ്ട് അംഗീകാരം നിഷേധിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ, പൗരസ്ത്യരുടെ ഇടയിൽ ലത്തീൻ രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ലത്തീനീകരിക്കാനല്ല കാതോലികീകരിക്കാനാണ് പരിശുദ്ധ സിംഹാസനം ആഗ്രഹിക്കുന്നത് എന്ന് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. ഭാഗിക നടപടികൾ ഫലപ്രദമോ ഔദാര്യമുള്ളതോ അല്ല. ഈ സഭയുടെ ഏറ്റവും പുരാതനമായ പൊന്തിഫിക്കൽ പുനഃപരിശോധിക്കുന്നതിന് ഒരു കമ്മീഷൻ നിയമിക്കപ്പെടട്ടെ. ഭാഗമായി അത് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. സീറോ മലബാർ സഭയുടെ ആധുനിക ചരിത്രത്തിൽ ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം എന്താണ്? സീറോ മലബാർ സഭയെ ലത്തീനീകരിക്കുന്ന നടപടിക്ക് അംഗീകാരം തേടിയതിനെ തിരസ്കരിക്കുകയും സീറോ സഭ മേലധ്യക്ഷന്മാരെ തിരുത്തുകയും ചെയ്തുകൊണ്ട് ഈ സഭയുടെ പുരാതനമായ സുറിയാനി പൈതൃകത്തിലേക്ക് തിരിച്ചു പോകാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ട നടപടികൾക്ക് മാർപ്പാപ്പ തന്നെ മുൻകൈയെടുക്കുകയും ചെയ്ത സംഭവമായിരുന്നു അത്. ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ അന്ന് പരിശുദ്ധ പിതാവ് നടത്തിയിരുന്നില്ലെങ്കിൽ ക്രമേണ ലത്തീൻ റീത്ത് പൂർണ്ണമായും സീറോ മലബാർ സഭയിൽ നടപ്പിലാക്കപ്പെടുമായിരുന്നു. പൂർവികന്മാർ നിധി പോലെ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിച്ച സുറിയാനി റീത്ത് ഒരു തലമുറയുടെ കാലയളവ് കൊണ്ട് ഇവിടെ നാമാവശേഷമാകുമായിരുന്നു. സുറിയാനി പഠിപ്പിക്കാതെയും ലത്തീൻ പഠിപ്പിച്ചും സുറിയാനി മെത്രാന്മാരെ തടഞ്ഞും ലത്തീൻ മെത്രാന്മാരെ നിയമിച്ചും സുറിയാനി റീത്ത് ഇല്ലാതാക്കാൻ 16-ാം നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യ ലത്തീൻ മിഷനറിമാർ നടത്തിയ പരിശ്രമങ്ങൾ ഫലമണിയുമായിരുന്നു. 1653 കൂനൻ കുരിശ് സത്യത്തിന് ശേഷം മാർത്തോമ്മ നസ്രാണി സഭയിലുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നതിന് അയക്കപ്പെട്ട ജോസഫ് സെബസ്ത്യാനി എന്ന കർമ്മലീത്ത സന്യാസിയുടെ ഉപദേശം, അതായത് മലബാറിലേക്ക് നിയമിക്കപ്പെടുന്ന മെത്രാൻ സുറിയാനി റീത്ത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിന് സാധ്യമായ എല്ലാ കഴിവുകളും വിനിയോഗിക്കണമെന്നതും തൽസ്ഥാനത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വിധവും തന്ത്രപൂർവവും ലത്തീൻ റീത്ത് നടപ്പിൽ വരുത്തണമെന്നതും ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുമായിരുന്നു. 11-ാം പിയൂസ് മാർപ്പാപ്പ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പൂർവ്വപിതാക്കൾ നൂറ്റാണ്ടുകളായി സഹിച്ചും ത്യജിച്ചും ക്ഷമിച്ചും പ്രത്യാശയർപ്പിച്ചും വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച സുറിയാനി പൈതൃകം സീറോ മലബാർ സഭയ്ക്ക് എന്നേക്കുമായി കൈമോശം വരുമായിരുന്നു. സാർവത്രിക സഭ ഇന്ന് വളരെയേറെ ശ്ലാഘിക്കുന്ന വിലയേറിയ ഒരു പിതൃസ്വത്ത് കളഞ്ഞു കുളിച്ചതിന് സ്വന്തം റീത്തിലും ജാതിയിലും പെട്ട സീറോ മലബാർ സഭ മേലധ്യക്ഷന്മാർ തന്നെ ഉത്തരവാദികളാകുമായിരുന്നു. തങ്ങളുടെ ആചാരങ്ങൾക്കും ആരാധനാക്രമത്തിനും നഷ്ടപ്പെട്ട ജ്യോതിസ് വീണ്ടെടുത്തു കൊടുക്കണമെന്ന് 1888 സുറിയാനി വൈദികരും വിശ്വാസികളും ചേർന്ന് കോട്ടയം വികാരിയാത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കായിരുന്ന ലവീഞ്ഞ മെത്രാനോട് ആവശ്യപ്പെട്ടതും 1908 അന്നത്തെ 3 വികാരിയാത്തുകളിലെയും വൈദികർ സമ്പൂർണവും കലർപ്പില്ലാത്തതുമായ സീറോ കൽദായ റീത്ത് അനുവദിച്ചു തരണമെന്ന് മാർപ്പാപ്പായോട് അപേക്ഷിച്ചതും ഒരു ജനതയുടെ ചിരകാല അഭിലാഷം പ്രകടമാക്കിയ സംഭവങ്ങളാണ്. ഇവയൊക്കെ വിസ്മരിച്ചുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ പൂർവ്വതലമുറകളുടെ നീതിപൂർവവും സഭാത്മകവുമായ താല്പര്യത്തിന് ഘടകവിരുദ്ധമായി ലത്തീൻ റീത്തിൻ്റെ ഉപയോഗം സീറോ മലബാർ സഭയിൽ അനുവദിച്ചു കിട്ടുന്നതിന് സീറോ മലബാർ ഹയരാർക്കി നടത്തിയ അപകടകരമായ നീക്കത്തെയാണ് 11-ാം പിയൂസ് മാർപ്പാപ്പ തൻ്റെ ശ്ലൈഹിക അധികാരവും ചുമതല ബോധവും വഴി നിർവീര്യമാക്കിയത്.
മാർപ്പാപ്പ ഇപ്രകാരം ഇടപെട്ട് ഈ സഭയുടെ ലത്തീനീകരണത്തെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലുള്ള ഒരു സ്വയാധികാര സഭയായി സീറോ മലബാർ സഭയെ അംഗീകരിക്കുന്നതിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. കാരണം ഓരോ സഭയ്ക്കും അതിൻ്റെ പ്രത്യേക ശിക്ഷണത്തിനനുസരിച്ച് സ്വയം ഭരിക്കാനുള്ള അവകാശവും ചുമതലയും സിദ്ധിക്കുന്നത് അതിന് സ്വന്തമായുള്ള സഭാപരവും ആധ്യാത്മികവുമായ പിതൃസ്വത്തിൻ്റെ സംരക്ഷണം ലക്ഷ്യം വെച്ചാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. ഇവരിൽ 1934 ഡിസംബർ സംഭവത്തിന് ശേഷം ഒരു തലമുറ കഴിഞ്ഞാണ് സംഭവിക്കുന്നത്. അന്നത്തെ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച തലമുറയിലെ ബഹുഭൂരിപക്ഷവും ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരിൽ മിക്കവരും ഇതൊക്കെ വിസ്മരിച്ചും കാണും. ഈ സാഹചര്യത്തിൽ ഓരോ തലമുറയും അതിൻ്റെ ബോധ്യവും പൈതൃകവും അടുത്ത തലമുറയ്ക്ക് ശ്രദ്ധാപൂർവം കൈമാറുന്നില്ലെങ്കിൽ പാരമ്പര്യ അവബോധത്തിലും അതിൻ്റെ വളർച്ചയിലും പാളിച്ചകൾ സംഭവിക്കാം. അങ്ങനെ ചില പാളിച്ചകൾ നമ്മുടെ ഈ തലമുറയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് രേഖകൾ തെളിയിക്കുന്നു. വർത്തമാനകാല സംഭവങ്ങൾ ഈ പാളിച്ചകളുടെയും പ്രതിഫലനമാണ്. 1934 മാർപ്പാപ്പ തന്നെ മുൻകൈയെടുത്ത് ആരംഭം കുറിച്ച സീറോ മലബാർ ആരാധനക്രമ നവീകരണത്തിൻ്റെ തുടർന്നുള്ള ഓരോ ചുവടുവയ്പ്പിലും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ശ്രദ്ധയും നേതൃത്വവും ഉണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സ്വന്തം പൈതൃകം മറന്നവരെ അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും അവഗണിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നവരെ ചിലപ്പോഴൊക്കെ ശാസിക്കാനും പരിശുദ്ധ സിംഹാസനം ശ്രദ്ധിച്ചിട്ടുണ്ട്. 6 ദശാബ്ദത്തിലധികമായി സീറോ മലബാർ സഭയെ കൈപിടിച്ച് നടത്തിയ ഈ കാലഘട്ടത്തിൽ ചില അപാകതകളൊക്കെ ചൂണ്ടിക്കാണിക്കാനാവുമെങ്കിലും ആരാധനക്രമ പരിഷ്കരണം സംബന്ധിച്ച സഭയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും പരിശുദ്ധ സിംഹാസനം വ്യതിചലിച്ചിട്ടില്ലെന്ന് പറയാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാർഗദർശനങ്ങളോട് വേണ്ട വിധം പ്രതികരിക്കാൻ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുള്ള പലർക്കും കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു സത്യമാണ്. ലിറ്റർജി സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മേൽനോട്ടം ആവശ്യമായി വന്നത് ഈ പശ്ചാത്തലത്തിലാണ്. സീറോ മലബാർ സഭ ഒരു സ്വയാധികാര സഭയായി ഉയർത്തപ്പെട്ടതിന് ശേഷം ലിറ്റർജി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മാർപ്പാപ്പായിൽ നിക്ഷിപ്തമാക്കിയതും ഇക്കാരണത്താലാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം അനിശ്ചിതമായി തുടരുന്നത് തിരുസഭയോളം തന്നെ വഴക്കമുള്ള ഒരു ശ്ലൈഹിക സഭയ്ക്ക് ഭൂഷണവുമല്ല. ഇതാണ് മുകളിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ സംഭവത്തിന് കളമൊരുക്കിയത്. എന്താണ് ആ സംഭവം? 1934 തന്നെ ഇതും മാർപ്പാപ്പായുടെ സുപ്രധാനമായൊരു ഇടപെടലാണ്. സീറോ മലബാർ സഭയുടെ ലിറ്റർജി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് അതുവരെയും മാർപ്പാപ്പായുടേതായി മാറ്റിവെക്കപ്പെട്ടിരുന്ന അധികാരം സീറോ മലബാർ സഭ മെത്രാന്മാരുടെ സിനഡിന് കൈമാറാൻ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1998 ജനുവരി 19 തീരുമാനമെടുത്തതാണ് ഈ സംഭവം. ആ ഡിഗ്രി ഇതാണ്. 1992 ഡിസംബർ 16 സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയുള്ള ഒരു സഭയായി ഉയർത്തപ്പെട്ടു. ആ ദിവസം തന്നെ പുറപ്പെടുവിച്ച മറ്റൊരു ഡിഗ്രി വഴി മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പ്, ആരാധനക്രമം എന്നിവ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം റോമാ മാർപ്പാപ്പായുടേതായി മാറ്റിവെക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും വേണ്ട വിധം പരിഗണിച്ചും പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രിഗേഷന്റെ സാധാരണ യോഗത്തിലെ അംഗങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ പിന്തുടർന്നും പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ ആരാധനക്രമം സംബന്ധിച്ച് റോമാ മാർപ്പാപ്പയ്ക്കായി മാറ്റിവെക്കപ്പെട്ട അധികാരം ഇതിനാൽ അവസാനിപ്പിക്കുന്നു. മെത്രാന്മാരുടെ സിനഡിന് അധികാരം കൈമാറിയതിനോടനുബന്ധിച്ച് 1998 മാർച്ച് 14 മാർപ്പാപ്പ മെത്രാന്മാർക്കായി ഒരു കത്തും എഴുതി. സീറോ മലബാർ സഭാ സിനഡിലെ ബഹുമാന്യരായ എൻ്റെ സഹോദര മെത്രാന്മാരെ, ശ്ലൈഹിക പിന്തുടർച്ച ശുശ്രൂഷയിൽ നിങ്ങളോട് ഐക്യപ്പെട്ടിരിക്കുന്ന എനിക്ക് സീറോ മലബാർ സഭയിലെ സഹോദര മെത്രാന്മാരായ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചരിത്രപരമായ സ്മരണയിലും യുവത്വമാർന്ന തീക്ഷ്ണതയോടെ സുവിശേഷം പ്രസംഗിക്കുന്നതിലും ക്രിസ്തീയ ജീവിതത്തിന് സജീവമായ സാക്ഷ്യം വഹിക്കുന്നതിലും സമ്പന്നയായ നിങ്ങളുടെ സഭയോട് വളരെ പ്രത്യേകമായ സ്നേഹവും പരിഗണനയുമാണ് എനിക്കുള്ളത്. ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രത്യേകമായ രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. നിങ്ങളുടെ തനതായ സഭാത്മക പാരമ്പര്യത്തിൽ കൂടുതൽ പൂർണ്ണമായി പങ്കുചേരുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഴമായ ഐക്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സഭ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട 1992 മുതൽ അതിനാവശ്യമായ നൈയാമികവും അജപാലനപരവുമായ ഘടനകൾ രൂപീകരിക്കുന്നതിനായി
നിങ്ങൾ വിജയകരമായി ചെയ്ത എല്ലാം ഞാൻ ശ്രദ്ധാപൂർവം പഠിച്ചിട്ടുണ്ട്. ഈശോ മിശിഹായിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് ഏറ്റവും പ്രത്യക്ഷമായ സാക്ഷ്യമാകാവുന്ന കൂട്ടായ്മയിലുള്ള ഐക്യം പടുത്തുയർത്തുന്നതിനുള്ള നിങ്ങളുടെ പ്രതിജ്ഞാബദ്ധത ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ടെങ്കിലും ഈ യാത്രയുടെ നല്ല ഭാഗവും പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വെളിച്ചം മലമേൽ വയ്ക്കപ്പെട്ട ദീപം പോലെ ലോകത്തിന് മുമ്പിൽ പ്രകാശിക്കുവാനും എല്ലാവരും അതിൽ നിന്ന് പ്രചോദനവും മാർഗദർശനവും സ്വീകരിക്കുവാനും ഇടയാവട്ടെ. അപ്പസ്തോലന്മാരുടെ നടപടിയിൽ വിശുദ്ധ ലൂക്ക ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മനോഭാവം വിവരിക്കുന്നുണ്ട്. അവർ ശ്ലീഹായുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കുമുള്ള മാതൃകയാണിത്. സ്ലീഹന്മാരുടെ പിൻഗാമികൾ എന്ന നിലയിൽ ഈ ആഗ്രഹപൂർത്തിയിലേക്ക് സീറോ മലബാർ സഭയെ നയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. മുകളിൽ സൂചിപ്പിച്ച വചനഭാഗത്ത് കണ്ടതുപോലെ ലൈംഗിക പ്രബോധനത്തോട് വിശ്വസ്തത പുലർത്തുന്ന കൂട്ടായ്മ യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് മുമ്പേയും നമ്മോടൊപ്പവുമുള്ള വിശ്വാസത്തിൻ്റെയും കൃപയുടെയും പൈതൃകത്തിൻ്റെ സംരക്ഷകരാണ് നമ്മളെന്ന് മെത്രാന്മാരെന്ന നിലയിൽ പൂർണ്ണമായ അവബോധം നമുക്ക് വേണം. ഈ പിതൃസ്വത്തിനെ സമ്പന്നമാക്കി ഭാവി തലമുറകൾക്ക് കൈമാറാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ പൈതൃകം വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതീതമായതും സഭയുടെ പൊതു നന്മയ്ക്കായുള്ള കൂട്ടുത്തരവാദിത്വവും അവളുടെ പാരമ്പര്യത്തിൻ്റെ സമ്പൂർണവും സാകല്യവുമായ സംരക്ഷണവും ആവശ്യപ്പെടുന്നതാണ്. ഈ വിളിയെക്കുറിച്ചുള്ള ബോധ്യം, പരിപൂർണ സത്യം ഏറ്റവും ചെറിയ ഘടകം പോലും നഷ്ടപ്പെടുത്താതെ മുഴുവനായും പ്രകടമാക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണമെന്ന കാര്യം ഉൾക്കൊള്ളുന്നു. നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഈ ഉത്തരവാദിത്വം എങ്കിൽ മെത്രാന്മാർ ഒരു സംഘമായി അധികാരം പ്രയോഗിക്കുന്ന സിനഡിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് നിർവഹിക്കുവാൻ നിങ്ങൾക്ക് കടമയുണ്ട്. അപ്പം മുറിക്കൽ അഥവാ വിശുദ്ധ കുർബാന ഈ വിളിയുടെ പരമോന്നത പ്രതീകവും അത് നിർവഹിക്കാൻ ആവശ്യമായ ശക്തിയുടെ സ്രോതസ്സുമാണ്. നിങ്ങളുടെ സമൂഹങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ അപ്പം നിങ്ങൾ മുറിക്കണം. എന്നാൽ ഈ പ്രവൃത്തി സത്യസന്ധവും പൊരുത്തപ്പെടുന്നതുമാകണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉപവിയുടെ അപ്പം മുറിക്കണം. നിങ്ങളെ വ്യക്തിപരമായി ഉൾപ്പെടുത്തുന്നതും ഭൗതിക ശരീരമായ സഭയുടെ ശിരസായ മിശിഹായോട് നിങ്ങളെ പ്രത്യേകമായി ബന്ധിക്കുന്നതുമായ ഐക്യമാണത്. വിശ്വാസത്തിൻ്റെ നിക്ഷേപം കാത്തുസൂക്ഷിക്കുന്നതിലും വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നിങ്ങൾക്ക് സഹോദര ഐക്യത്തിൻ്റെ സന്തോഷവും നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മെ നിലനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധ റൂഹായുടെ ആശ്വാസവും നിങ്ങൾ കണ്ടെത്താൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മനോവികാരങ്ങളോടെ പത്രോസിൻ്റെ പിൻഗാമി കരുതുന്നു. ലിറ്റർജിയുടെ പൂർണ്ണമായ നിർവഹണം സംബന്ധിച്ച് പൗരസ്ത്യ സഭകളുടെ കാനൂൻ സംഹിത പ്രദാനം ചെയ്യുന്ന അധികാരങ്ങൾ സീറോ മലബാർ സഭയുടെ മെത്രാന്മാരായ നിങ്ങളെ ഫലമേൽപ്പിക്കാനുള്ള സമയം സമാഗതമായി എന്ന് നിങ്ങൾ ഓരോരുത്തരിലും നിങ്ങളുടെ സിനഡിലും എനിക്കുള്ള വലിയ വിശ്വാസത്തിൻ്റെ പ്രകാശനമായി ഈ പ്രവൃത്തിയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവഴി നിങ്ങൾ ഒന്നു ചേർന്ന് സത്യത്തെ ഉപവിയിൽ സേവിക്കാനിടയാകട്ടെ. ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ മുഴുവൻ കണ്ണുകളും നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഓരോ തീരുമാനവും ചുമതലയും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും ഇടയന്മാർ എന്ന നിലയിലുള്ള വിജ്ഞാനത്തിൻ്റെയും മാതൃക എല്ലാ ഭയത്തെയും നിശബ്ദമാക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കർത്താവിൻ്റെ ഭവനത്തിൽ ആരും അപ്രിയരാകാതിരിക്കാനും പുറന്തള്ളപ്പെടാതിരിക്കാനും പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉയർത്തെഴുന്നേറ്റ മിശിഹ എല്ലാം നവീകരിക്കുന്നു. ഈ പ്രത്യാശ നമ്മുടെ അനുരഞ്ജനമായവനിലുള്ള ദൃഢമായ വിശ്വാസത്തിൽ നിങ്ങളെ നിലനിർത്തട്ടെ. ഈ പ്രത്യാശയോടെ നിങ്ങളുടെ സമൂഹങ്ങൾക്ക് വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെതുമായ ഈ ദിവസം നിങ്ങളെല്ലാവരുടെ മേലും സീറോ മലബാർ സഭ മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ഞാൻ അപേക്ഷിക്കുന്നു. വത്തിക്കാനിൽ നിന്ന് ജോൺ പോൾ II മാർപ്പാപ്പ, മാർച്ച് 14, 1998.